ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് തരംഗമായി മാറിയ കാന്താര 2വിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഏറ്റവും വലിയ സന്തോഷ വാർത്ത, സിനിമ ഇറങ്ങി 2 മാസം പിന്നിടും മുമ്പ് തന്നെ ഇത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസായി എന്നതാണ്. ആമസോൺ പ്രൈമിലാണ് ചിത്രം റിലീസായിരിക്കുന്നത്. ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ഈ ചിത്രം ആമസോൺ പ്രൈമിൽ റിലീസായത്. ഋഷഭ് ഷെട്ടി പ്രധാന കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രത്തിൽ ജയറാമും രുക്മിണിയുമാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 110 കോടി രൂപയ്ക്കിറങ്ങിയ ഈ ചിത്രം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 800 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, നോർത്ത് ഇന്ത്യൻ ഭാഷകളിൽ വമ്പിച്ച കളക്ഷനാണ് ചിത്രം നേടുകയത്. കന്നഡ ചിത്രത്തിൻ്റെ തലവര തന്നെ മാറ്റിയ കാന്താരയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ചിത്രം. ഋഷഭ് ഷെട്ടിയുടെ വളരെ നാളത്തെ പരിശ്രമ ഫലമായി, വളരെ നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ചിത്രത്തിൻ്റെ വൻപിച്ച വിജയം. ആരാധകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഈ ചിത്രം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ പറ്റുന്നു എന്നതാണ്. കേരളത്തിൽ മാത്രം ചിത്രം കളക്ട് ചെയ്തത് 55 കോടി രൂപയാണ്. സ്വന്തം ഭാഷയായ കന്നഡത്തിൽ ചിത്രം കളക്ട് ചെയ്തത് 250 കോടി രൂപയാണ്. ചിത്രത്തിൻ്റെ തിയേറ്റർ കളക്ഷൻ മാത്രമാണ് 800 കോടി രൂപ. 1500 കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ചിത്രമായിരുന്നു കാന്താര. എന്നാൽ അതിവേഗമെത്തിയ OTT റിലീസ് മൂലം ചിത്രം 800 കോടി രൂപ കളക്ഷനിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. അഭിനയ മികവ് കൊണ്ടും മേക്കിങ്ങിൻ്റെ മായാജാലങ്ങൾ കൊണ്ടും ചിത്രം ഒരു വേറിട്ട വിസ്മയ വിരുന്ന് തന്നെയാണ് സിനിമ ആരാധകർക്കായി കാഴ്ചവെച്ചത്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറായ ജയറാമാണ് ഇതിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ നായികയായി മാറിയ രുക്മിണിയും ചിത്രത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഒരു പ്രധാന വില്ലൻ കഥാപാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. ഋഷഭ് ഷെട്ടിയും രുക്മിണിയും തമ്മിലുള്ള റൊമാൻസ് രംഗങ്ങളെല്ലാം ആരാധകരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നവയാണ്. കാന്താരയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.